ഹായ് മൃദുല മേഡം. കൊള്ളാം ഡ്രസ്. ഇവിടെ ഒരുത്തം കിടന്ന് കുത്തി മറിഞ്ഞ് കുളിച്ച്. ഇവന് താറാവ് വേണ്ട കാഴ്ച. ഇവന് താറാവിനോട് വലിയ താല്പര്യമില്ല. പിന്നെ സോറി കോഴി. സോറി, എനിക്ക് കോഴിയെ പറ്റി പെട്ടെന്ന് ഓർമ്മ വരത്തില്ല. നിനക്കാകുമ്പോഴേ അതൊക്കെ ഓർമ്മ വരത്തുള്ളൂ. എന്തോ എടാ എങ്ങോട്ടാ എഴഞ്ഞു പോണേ? കോഴി കൊട്ടുവേ. ഓ, ഈ സൗണ്ട് താറാവിന്റെ എലി എന്നാ കോഴിയുടെ. എനിക്ക് വല്ലാതെ ചൊറിയുന്നു. കണ്ടടങ്ങിയത് കുത്തി പറയുന്ന അവന് സുഖം വരുന്നല്ലേ ഇങ്ങനെ കാണിക്കുന്നത്. അത് കൊത്തുമ്പോ സൺസ്ക്രീം ഇട്ടോ? സൺസ്ക്രീം അല്ല, സൺസ്ക്രീൻ ഇടുക. ഇന്നെല്ലാ തലത്തിനും മുടിയൊക്കെ കറക്റ്റ് സെറ്റ് ആയിട്ടിരിക്കുന്നു. എന്തുവാടാ പോവാ, നമുക്ക് നമ്മൾ കറങ്ങാൻ പോവാ. സന്തോഷമല്ലേ? പുറത്ത് കറങ്ങാൻ സർക്കിട്ട് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ നിനക്ക്. നമുക്കിന്ന് പാസ്പോർട്ട് എടുക്കാൻ പോവാണല്ലോ. നമുക്ക് അവിടെ കിടന്നോനാ ഇത് മൊത്തം ഇങ്ങനെ റൗണ്ട് അടിയാ. ഇങ്ങോട്ട് വീടില്ലേ പൊണ്ണോണേ, കിടത്തിക്കോട്ട് പോവാ. അങ്ങോട്ട് മാറാൻ പേടിയാ അവന്. അവന് 24 hours അവനൊരു വാച്ച്മാൻ വേണം കേട്ടോ. കണ്ടോ അവിടെ കിടന്നവനാണ്. ഞെത്തിയേ. ഇനി എങ്ങോട്ടാ അടുത്ത സർക്കിട്ട്? ഒറ്റ ചേട്ടൻ നോക്കിക്കോണേ ഗൈസ്. പോടാ, ഇത് കണ്ടു കേട്ടോ ഗൈസ്. അപ്പോ നമ്മളിന്ന് അമ്പോട്ടിന് പാസ്പോർട്ട് അപേക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. നീ വെള്ളം അറിഞ്ഞോ? നമ്മൾ ഫ്ലൈറ്റിൽ കയറുമല്ലോ. ഇപ്പോഴൊന്നും അല്ല, എപ്പോഴേലും. നിനക്കൊക്കെ എന്തോ ഭാഗ്യമാ, ഇപ്പോഴേ പാസ്പോർട്ട്. നമ്മളൊക്കെ 19ാമത്തെ വയസ്സിലാണ് പാസ്പോർട്ട് എടുക്കുന്നത്. മൃദുലക്ക് ഇപ്പോഴാണ് എടുക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ 7ാം മാസത്തിലെ പാസ്പോർട്ട് എന്തോ വേണം. ഞാൻ ഏവിയേഷൻ ഇന്റർനാഷണൽ പോയിട്ടില്ല, ഡൊമസ്റ്റിക് മാത്രമേ ഉള്ളൂ. അത് ശരിയാ. കളിയാക്കുന്ന കൈസ്. നമ്മൾ എന്നേലും ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകൂടെ? ഇല്ല, ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. ഞാൻ പട്ടായ വരെ അവിടെ ഒരു അമ്പലമുണ്ട്. ഒരു അമ്പലത്തിൽ തൊഴുവാൻ വേണ്ടി പട്ടായ വരെ പോയാൽ എവിടെ വന്നാലും സമാധാനം തരരുത് കേട്ടോ. കൂടെ വന്നോണം. ശല്യം. നിന്റെ അമ്മ എന്റെ കൂടെ ഇങ്ങനെ അച്ഛന് സ്വസ്ഥമായിട്ട് എങ്ങും വിടുന്നില്ലല്ലോ. പട്ടായ വരെ പോയിട്ട് ഒരു പൂജ ചെയ്തിട്ട് വരട്ടെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ട്. ഹേ ഗായ്സ്, നമ്മൾ ആധാർ അമ്പൂട്ടനെ എടുത്തു കേട്ടാ. ചിരിച്ചില്ല നേരെ. കുറെ ശ്രമിപ്പിച്ച് ചിരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മൾ വന്ന കാര്യം പാസ്പോർട്ടിനാണ് മെയിൻ ആയിട്ട് വന്നത്. പക്ഷെ പാസ്പോർട്ടിന് നമ്മുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് നമ്മൾ എടുത്തില്ല. അതുകൊണ്ട് എടുക്കേണ്ടായിരുന്നില്ലേ മുതലേ? ഞാനും വിചാരിച്ച് നമ്മളെ പാസ്പോർട്ട് വേണ്ടായിരിക്കും എന്ന് വിചാരിച്ച്. നമ്മൾ ഓഫ് റോഡ് വണ്ടി എടുത്തതിന്റെ ഗുണം നിങ്ങൾക്ക് എന്താന്ന് കാണണ്ടേ ഗൈസ്? ഓഫ് റോഡ് നോക്ക് ഗൈസ്. ഇതാണ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ. കട്ടിങ്ങിന്റെ കനം നോക്കിക്കേ. അയ്യോ, എത്ര നാളും കൊണ്ട് ഇവിടെ പണി കിടക്കുമെന്നറിയോ? ഇന്നേ വരെ പണി കഴിഞ്ഞിട്ടില്ല. അത് മഴയും കൂടി പെയ്ത് കഴിഞ്ഞാ ഗൈസ്. പിന്നെ ഇവിടെ കുളമാണ്, കുളം. അല്ലാത്ത അവസ്ഥ തന്നെ കേട്ടാ. ഇവിടെയൊക്കെ റോഡ് പണി പോലും നടക്കുന്നില്ല എന്നുള്ളതാ. അതും ഇവിടെ ഭയങ്കര മോശം റോഡ്. ഇവിടെ എന്ന് തൊട്ട് നമ്മൾ വരുവാന്നറിയുമോ? അക്ഷയയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്നാൽ അപ്പം മുതൽ ഇങ്ങനെ തന്നെ ഇടയ്ക്കാണ് ഒരു റോഡ്. അത്രയ്ക്കും മോശം റോഡാണ്. അതുകൊണ്ട് എടുത്തിരുന്നെങ്കിൽ അതും കൂടി ഇന്നങ്ങ് നടന്നേനെ. ഇനി അതിന് ശേഷം ഇനി ഒരു ദിവസം കൂടി ഇനി അതിന് വേണ്ടി ഇറങ്ങണം. ഒരു ചായ വാങ്ങിച്ചിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിച്ച് മഴയെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകണം. എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യും, പാട്ടൊക്കെ കേട്ട്. അത് അടിപൊളി മഴ. ആഹാ, എന്താ രസം.
നമുക്ക് മഴയത്ത് നല്ല മന്തി കഴിക്കാം സുഹൃത്തുക്കളെ. മന്തി കഴിക്കാം അല്ലേ മക്കളെ? അതുമല്ല നമ്മൾ പണ്ടേ ചില ദിവസം സ്കൂളിൽ മഴ കൂടുതലാണെങ്കിൽ നേരത്തെ വിടും. എല്ലാ സ്കൂളിലും അത് സ്കൂൾ ബസ് കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്ന. ഇങ്ങനെ നേരത്തെ വിടുമായിരുന്നു. പൊക്കോളാൻ പറയും. ലാസ്റ്റ് പീരീഡ് ഒക്കെ ചിലപ്പോൾ പഠിപ്പിക്കത്തില്ല. മഴ ആയതുകൊണ്ട് നമ്മളവിടെ ഭയങ്കര ശബ്ദവും മഴ പെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഭയങ്കര നോയ്സാ ഈ കാറ്റത്തൊക്കെ. അപ്പൊ പഠിപ്പിക്കത്തില്ല ടീച്ചർ. അപ്പൊ സന്തോഷമാണ്. ലാസ്റ്റ് 2 പീരീഡൊക്കെ ചിലപ്പോൾ പഠിപ്പിക്കാതെ ഇരിക്കും. മഴ നനഞ്ഞോണ്ട് വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, അപ്പോഴേ എടുത്ത് ചോറും മീൻകറിയൊക്കെ എടുത്തും കഴിയും. വിശപ്പോടെ വന്നിട്ട് എനിക്കിപ്പോ വേണം. ഈ ഗ്രീൻഫീൽഡ് റോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോ നമ്മൾ പുതിയ വീട്ടിലേക്ക് എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ വാങ്ങണ്ടെന്നൊക്കെ നമ്മള് കാറിലില്ലേ മുതലേ. ഇരിക്കോ ആദ്യമായിട്ട് അതിനകത്ത് ഇരിക്കുന്നത്. ഹേ ഗൈസ്, അപ്പോൾ നമ്മളടുത്ത് മൂവി കാണാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഏത് സിനിമയാണ്? മൂൺ വാക്ക്. നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് കുറെ നാളായി മോളില്. ഒന്നേ അമ്മ കാണും, അല്ലെങ്കിൽ തമ്പുരു. അല്ല അത് കുഴപ്പമില്ല. പെൺകുട്ടികളുടെ ഭാഗമായി നമ്മൾ വൺ ഹാൻഡ് ഇപ്പം അറിയാം. ഇതിന്റെ കയ്യിൽ കുഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇടുന്നോണ്ട് നാണക്കേടില്ല. അല്ലെങ്കിൽ എന്ത് നാണക്കേടാ? ഇങ്ങനെ ഇടുന്നോണ്ട് വൃത്തിയായിട്ട് തോന്നോ? ബാഗല്ലേ കഴിച്ചത്. ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്ത് ഇട്ടാലും എന്താ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പടം തുടങ്ങി. ഇതാരായി ഇരിക്കുന്നേ? ഫസ്റ്റ് ടൈം ആട്ടോ. പിടിച്ചിരിക്കുന്നത് നിന്നെ വിശ്വാസമല്ലടി അവന്. അതാ അത് പിടിച്ചിരിക്കുന്നത്. 2 കൈയും പിടിച്ചിരുന്ന ഫസ്റ്റ് ടൈമാണ് അമ്പൂട്ടനെ ഇങ്ങനെ വെച്ചോണ്ട് ഷോപ്പ് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര കംഫർട്ടായിട്ടിരിക്കുന്നില്ലേ? ഒരു പ്രശ്നമില്ല അമ്പൂട്ടൻ കേട്ടോ. അല്ല അവൻ കാഴ്ചകളെ കണ്ടേ. അവൻ ഇത്ര ആൾക്കാരെ കൂടി ഇപ്പം കണ്ടപ്പം എല്ലാവരുടെ അടുത്തും അല്ല അവൻ കറക്റ്റ് കംഫർട്ട്. അതാണ്ട് ഇരിക്കുന്നൊക്കെ കാലൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെയാണ്. പിടിച്ചിട്ടുണ്ട്. കമ്പി പിടിക്കുന്നുണ്ട്. ആര് പറഞ്ഞു കൊടുക്കുന്നത് ഈ കമ്പിയിലൊക്കെ പിടിക്കാൻ വേണ്ടി? വിട്ട ഇല്ല അവൻ പിടിച്ചിരുന്നോളൂടി. ഇപ്പൊ ബാലൻസ് ആയി ചെറുക്കനെ. ഇപ്പൊ ഇരിക്കും അല്ലേലും ഇപ്പം ബെഡിലൊക്കെ പിടിച്ചിരിക്കും. അപ്പം അതിന്റെ കറക്റ്റ് ബാലൻസ് ചെയ്തിരിക്കുന്നുണ്ടാ. ഓ മേടിക്കാൻ തന്നെ കേട്ടോ. നീ അട്ടന്റെ അമ്മയുടെ പൊണ്ണ് തന്നെ. ഹേ ഗൈസ്, അപ്പോ ഈ മാസത്തെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇവിടെ ചൂടെടുത്തിട്ട് ഉടുപ്പൊക്കെ ഊരി റൗഡി ആയിട്ടിരിക്കുക. ഡൗഡിയാണോ ഡൗഡി? ലുലുമാള് ചെറിയൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയതാ. എപ്പം കുറച്ച് വാങ്ങാം. ഇതിലെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കും. ഇന്ന് നല്ലോണം സഹകരിച്ചാൽ പോട്ടല്ല. നമ്മൾ ആധാർ കാർഡ് എടുത്ത് വലിയ ചെക്കനായി നമ്മള്. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം. അപ്പൊ സാധനങ്ങളൊക്കെ പറക്കി പോയി. പിന്നെ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ലാഗ് അടിച്ചു ഒരുപാട്. ഇടയ്ക്ക് വെച്ച് ഇന്റർവെൽ ആവാതൊക്കെ ഇന്റർവെൽ ആവുന്നതിന് മുമ്പ് മുന്നേ ഇറങ്ങിപ്പോയി പോപ്കോൺ വാങ്ങിക്കാൻ. നല്ലോണം ലാഗ് അടിച്ചു. പിന്നെ സിനിമ കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളാം. പക്ഷെ കുറെ സീൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും തമ്മിലൊരു മാച്ചിങ് ഇല്ല, ഒരു ഒഴുക്കമില്ല. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീനിലോട്ട് പോകുമ്പോ ആ സീനും തമ്മിലൊരു കണക്ഷൻ ഇല്ല. അങ്ങനത്തെ കുറെ. പക്ഷെ ഡാൻസ് ആണ് കേട്ടോ മെയിൻ ആയിട്ട്. തീം വരുന്ന സിനിമയുടെ ഡാൻസ് ആണ്. അതുകൊണ്ട് തന്നെ കൊള്ളാം. നമുക്ക് കുറെ ഇത് മെയിൻ ആയിട്ട് ഈ 90s പിള്ളേരല്ല 90s ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു കാലഘട്ടം. പിന്നെ കഥ നടക്കുന്ന ഫുള്ളും നമ്മുടെ ഈ അടുത്താണ്. അതായത് കഴക്കൂട്ടം, തുമ്പ അല്ലേ, ട്രിവാൻഡ്രം സ്ലാങ് ആണ് പടം ഫുള്ള്. അതുകൊണ്ട് ട്രിവാൻഡ്രംകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മളെ ഈ നാട്ടും പ്രദേശവും ബീച്ചും അമ്പലങ്ങളൊക്കെയാണ് അതിനകത്ത് സിനിമയിലുള്ളത്. അപ്പം പക്ഷെ പറഞ്ഞേ 90 കാലഘട്ടങ്ങളിലുള്ളവർക്ക് ഈ പടം നല്ലോണം കുറെ കാര്യങ്ങൾ കണക്ട് ആവും. പക്ഷെ നമ്മൾ 2K ആണോ എന്ന് ചോദിച്ചാൽ ഞാനും മുതലേ 2K അല്ല. എന്നാൽ 90s ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ 90s അല്ല. നമ്മൾ ഈ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ്. ഞാൻ 98 ആണ്, മുതലേ 99 ആണ്. അപ്പൊ നമ്മൾ രണ്ടിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2Kയുടെ ക്യാരക്ടർ കിട്ടിയിട്ടില്ല. 90s ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 90s ഉള്ളവർക്ക് കുറച്ചുകൂടി കണക്ട് ആവുമായിരിക്കും ഈ മൂവി. സുര എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്.
നോക്കട്ടെ, എല്ലാരും കാണട്ടെ. നാണം പെടുന്നോ? കണ്ണ് ചുമമായിരിക്കുന്നു. ഒരു മോള് വന്നിട്ട് കിടുകിടല്ലേ? ആ ഇതൊരു മോളെ കിടുകിടല്ലേ? അപ്പൊ ഇന്ന് എന്ത് പരിപാടി? ഇന്ന് അമ്പൂട്ടനെ 7 മാസം 8 മാസോ എത്ര മാസമായി? അതല്ല കുഞ്ഞിന് ആധാറിന്റെ കൊടുക്കാനേ. അല്ല, എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, പക്ഷെ നമ്മളിങ്ങനെ ഒഫീഷ്യൽ എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ ടെൻഷനിൽ അത് മറന്നു പോകും. സത്യം എനിക്കറിയാം, എന്നാലും അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ആധാറിനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇൻ കേസ് ഞാൻ എന്തോ ഇവക്ക് എന്തിനു പൂജ നടത്താൻ എന്തോ എവളെ നാളെ തിരുത്തി കൊടുത്തു. ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പോയി, എനിക്ക് കിട്ടിയില്ല, വേറെ ആർക്കോ പോയി. ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകൂടെ. അപ്പൊ നമ്മള് ഇന്ന് അമ്പൂട്ടന് 7 മാസം ആയതുകൊണ്ട് അപ്പൊ നമ്മളിന്ന് ഷൂട്ട് കഴിഞ്ഞ മാസം നമ്മൾ തണ്ണിമുത്തനൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് എല്ലാവരും കണ്ടു കാണും. ഈ മാസം ഓരോ മാസം ഇങ്ങനെ നമ്മൾ വെറൈറ്റി കണ്ടുപിടിക്കണ്ടേ, അത് വലിയ ടാസ്കാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 6 മാസം 7 മാസം. 6 മാസം നമ്മൾ മറ്റേ ഹെലിക്യാമ്പ് വെച്ചിട്ട് നമ്മളെ മറ്റേ ചെറായിൽ ബീച്ചിൽ 5 മാസം ചെറായി ബീച്ചിൽ വെച്ചിട്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തണ്ണിമത്തൻ അത് കഴിഞ്ഞ മാസം ചെയ്ത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഓരോ മാസം ഇങ്ങനെ വെറൈറ്റി ആലോചിച്ച് ലാസ്റ്റ് മാസം അങ്ങ് തീരും. 8 മാസം തുടങ്ങുമ്പോഴായിരിക്കും 7 മാസത്തെ ചെയ്യുന്നത്. അപ്പൊ അതെ അമ്പൂട്ടൻ വെറൈറ്റി ആയിട്ട് ഇത് ഇരിക്കുന്നുണ്ടല്ലോ നമ്മുടെ കയ്യില്. വള്ളിയൊക്കെ പിടിച്ച് ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട്. ഇത് കണ്ട, നമ്മൾ ഇന്നലെ കഴക്കൂട്ടം വരെ പോയതാ. വയറിളവിയെന്ന് തോന്നുന്നു കാക്കയ്ക്ക്, എറിഞ്ഞ് അപ്പിട്ടേക്കുന്നു ഒരു സൈഡ് മൊത്തം ഇല്ലേ. ഇത് നോക്ക്, ഇതെന്ത് വയറിളക്കം കണ്ടാ. അത് ഫ്രണ്ടും ഉണ്ട് മൊത്തം ഉണ്ട്. ഞാൻ പിന്നെ വണ്ടി ഒന്ന് കഴിയണം കേസ്, എറിഞ്ഞ്. ഇത് എനിക്ക് തോന്നേ ഇത് ഒരു കാക്കയുടെ അപ്പിയാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് 2-3 കാക്ക നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് റോഡിൽ ആൾക്കാർ വണ്ടി പാസ് ചെയ്തുമ്പോ ആൾക്കാർ കാണുമോ? സാധാരണ ഒരുങ്ങി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാന്നല്ലോ വണ്ടി എഴുതുന്നേ. അയ്യോ, ഞാൻ എന്ന് യാത്രക്ക് പോയാലും സീരിയസ് ആയിട്ട് വെളിയിറങ്ങുമ്പോഴായിരിക്കും അയ്യോ വണ്ടി അഴുക്കും. ഞാൻ ഒരുങ്ങിയിട്ടായിരിക്കും വണ്ടി എഴുതണം. ഇന്നെങ്കിലും എനിക്ക് അതൊന്ന് മാറ്റി പിടിക്കണം. ഏട്ടാ എന്തായാലും വണ്ടി എഴുതല്ലേ, ഇച്ചിരി നമ്മുടെ സുരേഷിനും രമേഷിനും കൂടി ഇച്ചിരി വെള്ളം കൂടെ കൊടുക്കും. വളരാത്തത് എന്ന് പക്ഷെ വളരുന്നുണ്ട്. നമ്മളിവിടെ മഴ പെയ്തപ്പോഴേ ഇവിടെ ഇതിനിടയ്ക്ക് ഫുള്ള് കാട് വളർന്നായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്തതേ ഉള്ളൂ. അല്ല അവിടെ ഫ്രണ്ട് കാട് വളർന്നു. താത്തൊഴിക്കണേല് മണ്ണ് തെറിക്കും. ഫുള്ള് തുളസി ഞങ്ങളുടെ കളാത്തി കണ്ടോ. 3 ഇലയായിട്ടിരുന്നതാ. ഇപ്പൊ എത്ര ഇലയായി നോക്കി. സത്യം ഒരൊറ്റ മൂടി അങ്ങനെ എന്നാ വെള്ളം ഒഴിക്കത്തില്ല. ലോ മെയിൻ്റെനൻസ് ആണ്. അതിന്റെ മൂട് കണ്ടോ. ഇപ്പൊ എനിക്ക് പ്ലെയിൻ മേലിൽ കൂടെ പോകുമ്പോൾ പേടിയാവുന്നു. നമ്മളിവിടെ എയർപോർട്ട് അടുത്തായിട്ട് ഭയങ്കര ശബ്ദമാ. ശബ്ദത്തിന്റെ അല്ല, താന്ന് പോകുന്ന കാണാം. ഇപ്പൊ ഈ മേഘം ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സീനാട്ടോ. അവിടെ അത് നമുക്ക് വേണ്ട അല്ലേ. അത് വേണേ അങ്ങോട്ട് കയറ്റി വെക്കണമായിരുന്നു. ഈ കൂടെ വെക്കാം. ഇതെന്ത് പറ്റി കരഞ്ഞൊക്കെ ഇരിക്കുന്നേ? സങ്കടം മണ്ണടിക്കണോ? അമ്മ കുളിച്ചോണ്ടാണോ കരഞ്ഞേ? സന്തോഷം വന്നിട്ട് പൊന്നാണേ. നിങ്ങൾ അച്ഛനും മോനും ചെറ്റ്. അപ്പൊ അമ്മ ആരായി? ഇന്ന് നമ്മള് 7 മാസം എടുക്കാൻ വേണ്ടി പോകുന്നത് റെങ്കണ്ണൻ തീമാണ് സുഹൃത്തുക്കളെ. റെങ്കണ്ണനാക്കാൻ പോയി. വാളയും എല്ലാം ഇടുന്ന റെങ്കണ്ണൻ. ഒരുപാടൊന്നുമില്ല, ഇച്ചിരി ഉള്ളു നമുക്ക്. അപ്പൊ നമ്മളുള്ളത് ഇടും. എന്നിട്ട് നമുക്ക് ഉടുപ്പൊക്കെ തുറന്നിട്ട് കിട്ടില്ല ഒരു ഫോട്ടോ. അതിനിപ്പോ നമ്മൾ പോകുന്നത് ഒരു വെള്ള ഷർട്ട് എടുക്കാനാണ്. ആ ഇവര് ഷർട്ടില്ല, വെള്ള ഷർട്ട് എടുക്കണം. വന്നിരിക്കും. എത്ര നേരം ഉറങ്ങിട്ടില്ലേ. കാറിൽ കയറുമ്പോ അപ്പം ഉറങ്ങും. പാല് വേണം കടയിൽ നിന്ന്. രംഗണ്ണൊക്കെ അറിഞ്ഞൂടാ. അണ്ണ കൊടുന്ന എന്തോ അല്ല, നിന്റെ അടുത്തല്ലേ വന്നല്ലേ പറ്റൂ. എങ്ങനെയാണ് വരുന്നറിയാവോ? എനിക്ക് അമ്മയും വേണം അച്ഛനും വേണം. മൂടനുസരിച്ച് ഇച്ചിരി മുമ്പേ അച്ഛൻ വേണം, ഇനി അമ്മ വേണം. നാണാടായി നാണാടായി കണ്ടാ.
മിനിറ്റിന് മിനിറ്റിന് ഇടിയൊന്നുണ്ടല്ലോ അതിന്റെ. രംഗണ്ണ ഉറങ്ങിപ്പോയി. രംഗണ്ണന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. വൈറ്റ് പാന്റ്, വൈറ്റ് ഷർട്ട്. മുടിയൊന്നും ചീപ്പില്ല കേട്ടോ. രംഗണ്ണ അല്ല, പുതിയ ചെരുപ്പെടുത്ത് ദൂരേന്ന് വരാന്ന് പറയണേ. വാ വാ. രസമുണ്ട്. നിന്നെ അമ്മേ മണ്ണുടായിപ്പാട്ടോ. നിനക്ക് ചെരുപ്പെടുക്കാന്നുള്ള വ്യാജന വന്നിട്ട് അവക്ക് അവൾ ചെരുപ്പെടുത്ത്. എന്താ ബുദ്ധി. സെറ്റ് ഇതെടുത്തോ. എനിക്ക് ചെരുപ്പ് വാങ്ങിയ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പോകുന്നു. അപ്പൊ മുണ്ടിന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് മുണ്ടൂടെ ഇടാൻ വേണ്ടിട്ട് നമ്മുടെ രണ്ടുപേരെയും ക്രോക്സ് വിടാം. നമുക്ക് ഒരുപോലത്തെ എടുക്കായിരുന്നു. നീ ഇതെടുക്കുന്ന കരയിക്കണം മക്കളെ. മാമന് അടി കൊടുക്കട്ടെ. അയ്യോ ബോയ്സിന്റെ എനിക്ക് മറ്റേത് മതി. അതിലും വൈറ്റ് ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമുക്ക് അമ്പൂട്ടന് ഇതേ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെടുത്ത ഷർട്ട് ആൻഡ് പാൻസ്. ഇത് എന്റേതാണ്. അതെ, ബാക്കിയെല്ലാം അമ്പൂട്ടന്റെ. അമൃതയുടെ ചെയിനും ഉണ്ട്. രംഗണ്ണന് നിക്കറെടുത്ത് ഇനി കടിയാ കടിയാ. ഇതിലെ ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ അവന്. ഇതിനൊന്നും ഒരു നിർബന്ധവും ഇല്ല. അനങ്ങാതെ നഖം വെട്ടുന്നതും അവ ഉറങ്ങുമ്പോ വെട്ടത്തില്ല. അവ ഉണർന്നിരിക്കുമ്പോഴായിരിക്കും ഞാൻ വെട്ടുന്നത്. നീ കൊള്ളാലോ. ഇത്രയും നേരം കുത്തക്കേട് കാണിച്ച് കിടന്നോനാ. ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ ബഡ്സ് ഒന്ന് നനച്ചിട്ട് ആൾക്കാർ ബഡ്സ് കുത്തിക്കിട്ടുന്നു. ബഡ്സ് ഒന്നേ നനച്ചിട്ട് അകത്തിടുന്നില്ല, പുറത്തല്ലേ. പുറത്തെ ക്ലീൻ ചെയ്യുന്നില്ല. അപ്പൊ ബഡ്സ് നനയും കൂടെ ചെയ്തോണ്ടേ ഇനി വരും. അപ്പോ രംഗണ്ണന്റെ ഉടുപ്പും പാന്റും എന്താ ഇവിടെ കേട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ആഭരണങ്ങൾ. എന്തോ തമ്പ്രാന്നറിയാം. ഏട്ടന്റെ മാല രണ്ടായിട്ടിടാം. ഒരു ബട്ടൺസ് ഓപ്പൺ ചെയ്യണം കേട്ടോ രംഗണ്ണന്. ഒന്നോ രണ്ടോ തുറന്നിടാം. തുറന്നിട്ടേ. ഇതിപ്പോ കറക്റ്റ് കുംഫു ക്ലാസ്സിന് കണക്കായി. സത്യല്ലേ? അതെ, വൈറ്റ് ഷർട്ട് കിട്ടിയില്ല. വൈറ്റ് ഷർട്ട് എല്ലായിടത്തും കേറി ഇറങ്ങിയിട്ട് കിട്ടിയില്ല ലാസ്റ്റ്. രംഗണ്ണനായപ്പോ ഭയങ്കര അലറൊന്നും വേണ്ട കേട്ടല്ലോ. വെടട്ടൊന്നും വേണ്ട നമുക്ക്. ഒരു പവർ വന്നൊരു ഫീലില്ലേ മപ്പൊക്കെ കടിക്കുന്നു. അമ്മയ്ക്ക് ഇടിച്ചിട്ട് മടിയിൽ ശലം തരുമോ? അച്ഛനും കൂടി ഇച്ചിട്ട് തരുമോ രംഗണ്ണന്റെ മടി കിടക്കാൻ? തലയിൽ കൈ വെച്ച് രംഗണ്ണ പ്ലീസ് അല്ല രംഗണ്ണ. ഓ ശുണ്ടൻ തന്നെ. അപ്പൊ ഗൈസ് അങ്ങനെ ഉണ്ടായിരുന്നു രംഗണ്ണ. അടിപൊളിയല്ലായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ 7ാം മാസത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം 8ാം മാസം ഇനി കാണാം. അന്ന് നല്ല എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പം ഇത്ര നേരം സഹകരിച്ച് നമ്മളെ കൂടെ ഷൂട്ടിന് എല്ലാത്തിനും നിന്നേന് ലവ് യു ടോ മച്ച്. ഓക്കെ, അപ്പൊ അത്ര ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.